പ്രതിഷേധം നിറഞ്ഞ പഞ്ചാരക്കൊല്ലിയിലെ നാട്ടിടവഴികളിലെല്ലാം ഇന്ന് ആഘോഷമായിരുന്നു. ഭീതി നിഴലിച്ച മുഖങ്ങളിൽ ആശ്വാസത്തിന്റെ പുഞ്ചിരി വിടർന്നു. നാടിനെ വിറപ്പിച്ച കടുവയെ കാണാനായി ജനങ്ങൾ ഒന്നടങ്കം പ്രിയദർശിനി എസ്റ്റേറ്റിലേക്ക് എത്തി. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും അവർ ആഹ്ലാദ പ്രകടനം നടത്തി. വയനാട് പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങൾ ഒന്നടങ്കം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ആശങ്കയിലും ഭീതിയിലുമൊക്കെയായിരുന്നു. പക്ഷേ ഇന്നൊരു ആശ്വാസ വാർത്ത വന്നു. മാതൃഭൂമി ന്യൂസിലൂടെ കടുവ ചത്തുവെന്ന വാർത്ത പ്രേക്ഷകർ കണ്ടു. ഇതിനു പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചത്ത കടുവയുമായി പഞ്ചാരക്കൊല്ലിയിലെ ഗസ്റ്റ് ഹൗസിന് സമീപമെത്തി. ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം ചത്ത കടുവയെ കാണാനായി അങ്ങോട്ടേക്കും ഒഴുകിയെത്തി. ചത്തത് രാധയെ കൊന്ന കടുവയാണെന്ന സ്ഥിരീകരണം വരുമ്പോഴേക്കും അവരെ ആഹ്ലാദം പങ്കിട്ടു തുടങ്ങി. പഞ്ചാരക്കൊല്ലി ജംഗ്ഷനിൽ ഒന്നടങ്കം പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമൊക്കെയാണ് അവർ അതിനെ ആഘോഷിച്ചത്. അപ്പോഴും രാധയുടെ വീട് അവിടെ ഉണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ് സംഘം അവരുടെ വാക്കുകൾ കേൾക്കാനായിട്ട് രാധയുടെ വീട്ടിലേക്കുമെത്തി. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ രാധയുടെ കുടുംബാംഗങ്ങളെല്ലാം കടുവ ചത്തുവെന്ന വാർത്ത കാണുകയാണ്. സന്തോഷം. ഇനി വേറെ ആരൊന്നും ഇല്ലല്ലോ, വേറെ ആർക്കും നീ സംഭവിക്കാതിരിക്കട്ടെ. രാധയുടെ ജീവനെടുത്തൊരു കടുവ, സന്തോഷമായി. ഇനി വേറെ ആർക്കും വരാതെ ഇരുന്നാൽ മതിയല്ലോ. ചെറിയൊരു ആശ്വാസം മാത്രമേ ആയിട്ടുള്ളൂ. അതിനത് എങ്ങനെ ചത്തു, ഇനി വേറെ ഉണ്ടോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഒന്നൊന്നും പറയാൻ പറ്റില്ല. രാധയുടെ വീട്ടിൽ നിന്നും വീണ്ടും പഞ്ചാരക്കൊല്ലിയിലെ ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ അവിടെ ജനങ്ങൾ ഒന്നടങ്കം കൂടി നിന്ന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നുണ്ട്. കടന്നു പോകുന്ന ഉദ്യോഗസ്ഥർക്കായിരുന്നു അവരുടെ അഭിവാദ്യം മുഴുവൻ. ആശ്വാസത്തിന്റെ സന്തോഷത്തിന്റെ വഴിയിലാണ് ഇപ്പോൾ പഞ്ചാരക്കൊല്ലി ഗ്രാമമുള്ളത്. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, വയനാട്.